വന്നൊരു ചാലഞ്ചാണ് നെയിം ഈറ്റിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അവസാനം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതെ, ഞങ്ങള് 6 പേരെ നെയിം വെച്ചിട്ടാട്ടോ നമ്മളിത് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിന്റെ നെയിം വെച്ചിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ ചാലഞ്ച് പൊതുവെ എല്ലാരും ചെയ്ത് കാണുന്നത്. പക്ഷെ അങ്ങനെ നോക്കിയപ്പോ ഞങ്ങൾക്ക് ഏത് നെയിം സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നെയിം സെലക്ട് ചെയ്ത ബാക്കിയുള്ളവർക്ക് വിഷമാവില്ലേ? അതെ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 6 പേര് തന്നെ ആദ്യം ചെയ്യാം, എന്നിട്ട് ബാക്കി പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മുടെ 6 പേരുടെ തന്നെ നെയിമാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ജിത, ശ്രീലക്ഷ്മി, ഷാമിയ, അമൻ, സൽമാനുൽ ഫാരിസ്, ജുബിൻ. നിങ്ങൾ അധികം പേര് അറിയണ്ടാവില്ല, സല്ലുവിന്റെ പേര് സൽമാനുൽ ഫാരിസ് എന്നാണ്. ഇത്ര വലിയ 13 ലെറ്റേഴ്സ് ആണ് അറിയുന്നവര് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഓന്റെ 13 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള പേരൊക്കെയാണ് ഞങ്ങൾ തിന്നാൻ പോകുന്നത്. ഞാൻ പിന്നെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് 11. ഞാനും ഷാമി 7 ആണ്. അതെ, ജുനു എത്രയാ? 5. ജുനു 5, അമല് 4. അങ്ങനെയാട്ടോ ഉള്ളത്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നെയിം ഈറ്റിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെയും പേരിന്റെ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ശ്രീലക്ഷ്മി എന്നാണെങ്കിൽ എസ് വെച്ചിട്ടുള്ള ഫുഡ്, R വെച്ചിട്ടുള്ള ഫുഡ്, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കേണ്ടി വരിക. അപ്പൊ നമ്മുടെ 6 പേരുടെയും പേര് ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ലോട്ട് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ പേരാണ് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഫുഡുകളായിരിക്കും നമ്മൾ. സല്ലുവിന്റെതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സൽമാനുൽ ഫാരിസ് ഉള്ള 13 ലെറ്റർ ഉള്ളത് നമ്മൾ കഴിക്കേണ്ടി വരും. സുഖാണ് കേട്ടോ, 4 അതെ, വളരെ എളുപ്പം. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുക ഗൈസ്. ആർക്ക് പേര് ഇട്ട് നോക്കാം. എന്നെ കിട്ടിയാലും സല്ലുവിനെ കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. അതെ, ബാക്കിയൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് ഭയങ്കരമായിട്ട് വയററിയോ? എടുത്തോ ഞാനിത് സൽമാനും ഫാരിസും ആവല്ലേ. ഓന്റെ ഒരു ഇനീഷ്യലും കൂടെ ചേർക്കണ്ടായിരുന്നു. ഞാൻ തന്നെ അഞ്ജിത. എളുപ്പമായിട്ട് നമുക്ക് 4 അക്ഷരം കഴിച്ചാൽ മതി. ഞാൻ എനിക്ക് എളുപ്പം, എനിക്ക് 5 എണ്ണല്ലേ, 1, 2, 3. അപ്പൊ കൂടുതൽ ഇപ്പൊ ഞാനാ കൂടുതൽ കഴിക്കേണ്ടത്. എനിക്ക് 7 ലെറ്റർ ഉണ്ട് കേസ് കഴിക്കാൻ. എന്റെ പേരിന് അപ്പൊ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും നെയിമുകൾ തിന്നു തുടങ്ങാം. ആരതാ ആദ്യം തുടങ്ങണ്ടേ? ഓക്കെ, ഞാൻ ഇന്ത്യയിൽ തുടങ്ങാൻ. ഇന്ത്യ കുറെ ഇവരത് കഴിഞ്ഞാലും ഇനിയുണ്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങിക്കോട്ടെ. ഗൈസ്, അതിനുള്ള ഫസ്റ്റ് ലെറ്ററുള്ള ഫുഡ് വരുന്നുണ്ട്. A for avocado shake. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നല്ല അടിപൊളി സ്മെല്ല്. A for avocado shake guys. ഫസ്റ്റ് എന്നെ ഷേക്ക് കിട്ടിയ സന്തോഷങ്ങളാണ് കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉത്തരം കുടിച്ചോണ്ടിരിക്കുക. എന്നിൽ ഇനി എന്തായിരിക്കും വരിക? എന്റെ പേരിൽ ആദ്യം തന്നെ അവക്കാഡോ ഷേക്ക് ഒക്കെ കിട്ടി. അടുത്തത് N for noodles. നല്ല നല്ല സാധനങ്ങളാണ് വരുന്നത്. അവക്കാഡോ ഷേക്ക് കുടിച്ചു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നൂഡിൽസ് കഴിക്കാം. നല്ല മണം. എനിക്ക് 5 കിട്ടിയാ മതി. നല്ല അടിപൊളി നൂഡിൽസ് ഗൈസ്. എന്നെ ആർക്കുള്ളേ നൂഡിൽസ് വന്നോണ്ട് നൂഡിൽസ് വരില്ല. അഞ്ചിക്ക് ഇന്നത്തേക്കുള്ളതായി ഫസ്റ്റ് അവക്കാഡോ ഷേക്കും പിന്നെ അതിന്റെ കൂടെ കോംബോ ആയിട്ട് നൂഡിൽസ്. അടുത്തത് J for jam. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ആട്ടോ. ഈ ജെല്ലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല എനിക്ക് ഇഷ്ടം. ഇത് വേറെ വെറും ഫ്ലേവർ ആകുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാ. എനിക്ക് ഫുഡ് കിട്ടാ ലാസ്റ്റ് ആവും. സത്യം, ഞാന് ഫുള്ളൊരു മീല് കഴിച്ച പോലെ ഉണ്ട്. എനിക്ക് വേണമെന്നില്ല കേട്ടോ. എന്റെ വയറ് ഏകദേശം നിറഞ്ഞ്. ഇത് മൊത്തം 5 അല്ലാണ്ട് ഉമ്മ കൈ വന്നാൽ കഴിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ വിഷമം ഷാമി കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതാണ്. ഇപ്പൊ ANJI എത്തി. 5 വരായി. അതേ വിളിക്കുന്ന പേര് വരായി. ഇനി ബാക്കി TH ഉണ്ട് കേട്ടോ. അടുത്ത എന്താ വരാ? അപ്പൊ അടുത്തത് T ആണ് ഇനി വരാൻ പോകുന്നത്. അതാ വരുന്നുണ്ട്. അഞ്ചിക്ക് പിന്നെ ടൊമാറ്റോ ഇഷ്ടമാണെന്ന് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? നല്ലതാ ടൊമാറ്റോ ഒക്കെ. നല്ലതാ. അത്രയും നേരം ജങ്ക് ഫുഡ് അല്ലേ കഴിച്ച്. സാലഡ് ആയിട്ട് കൂട്ടാം. അമ്മ നമുക്ക് ഏറ്റവും വരുന്നുണ്ട് നോക്കിക്കോ.
നല്ല ജ്യൂസി ടൊമാറ്റോ. അടുത്തത് ഗൈസ് എച്ചിൽ വന്നിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ആണ്. അത് വലിയ ബോക്സ് ആണ് ഗൈസ്. പറയണ്ട് ഗൈസ് ഇതില്. ഒന്ന് പിടിച്ച് വെച്ചോട്ടെ. ഡാർക്ക് ഫാന്റസി പോലെ എച്ചിൻ്റെതാ. ഇതിനുള്ളിൽ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ആട്ടോ. അതിനുള്ളിൽ ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ? ആ മറ്റേ നല്ല ടേസ്റ്റ്. പൊട്ടിച്ചെന്നാലോ? വേണ്ട, ഒന്ന് മതി. ലാസ്റ്റ് അഞ്ചിനയിലുള്ള എ ആയിട്ട് വരുന്നത് ആൽമണ്ട് ആണ്. അതെ, ലാസ്റ്റ് അതും കൂടെ കഴിച്ചു. ലാസ്റ്റ് നട്ട്സ് ആണല്ലോ, അപ്പൊ ആൽമണ്ടും കൂടെ കഴിച്ചിട്ട് ഇന്നത്തേക്ക് ഫുള്ളായില്ലേ? നല്ല ക്രിസ്പി ആൽമണ്ട്. ടൊമാറ്റോ മാത്രമേ ഒരു രസമില്ലാത്ത സാധനം വന്നിട്ടുള്ളൂ, ബാക്കി നല്ല അടിപൊളി. ഇത്രയും ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് അതിന്റെ ഇടയിൽ കാക്ക ഒരു സാലഡ് ആയിട്ട് കൊടുത്താണ്. ഇനി ഗൈസ് നമുക്ക് അമലിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എ തന്നെയാണ് തുടങ്ങുന്നത്. എയിലുള്ള എന്താ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എ ഫോർ ആപ്പിൾ ഗൈസ്. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഗൈസ് തുടങ്ങുന്നത്. താങ്ക് യു. ശരിയല്ലേ? അപ്പൊ ഗൈസ് ഇനി അടുത്തത് അമലിന് എം ആണ്. എമ്മിന് മാംഗോ. ചാമി ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങും ഗൈസ്. ഇപ്പൊ ആദ്യം ആപ്പിൾ ആയി, അത് ഞാൻ ഹെൽത്തി ആയിട്ടാ തുടങ്ങുന്നത്. അവിടെ നിന്ന് ഒരു മോചനമില്ല. അമല് ഫുള്ള് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ഫ്രൂട്ട്സ് കട. നമുക്ക് എം ഫോർ മാംഗോ കട്ട് ചെയ്യാം ഗൈസ്. ഒരു ലൈറ്റ് യെല്ലോ കളർ. അതെ, ലൈറ്റ് യെല്ലോ കളർ. ദാ കണ്ടോ? നല്ല പുളി ഉണ്ടല്ലേ? മധുരമില്ലാതുള്ളൂ. നല്ല പുളി. മധുരമില്ലാതുള്ള ഒരു ടേസ്റ്റും ഇല്ലാന്ന്. അടുത്തത് വരുന്നത് ഏഴ് അവക്കാഡോ. അത് അടുത്തത് ഫ്രൂട്ട്സ് കട തന്നെ, അവക്കാഡോ. അത് പിന്നെ ഷാമിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവക്കാഡോ ഷേക്ക് കുടിച്ചപ്പോൾ അവക്കാഡോ കഴിക്കാൻ പോകുന്നു. അമലേറ്റ് നല്ലത് അറിയുന്നുണ്ടാവോ? ഫുള്ള് ഫ്രൂട്ട്സ് കടയാണ് ഗൈസ്. മാംഗോ, ആപ്പിൾ, അവക്കാഡോ. പച്ചയാണോ? അപ്പൊ നമുക്ക് അവക്കേടെ അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ കുറച്ച് വെച്ചാണ് നമുക്ക് അത്രക്ക് കൊണ്ട് കിട്ടൂല. അത് കിട്ടി. എങ്ങനുണ്ട്? എനിക്കൊക്കെ നല്ലതായിരുന്നു കിട്ടിയത്. ഇവക്ക് നല്ലത് കിട്ടിയിട്ട് അതിലും പണിയാ വരുന്നത്. ഒക്കെ പണിയാ വരുന്നത്. ആൾക്ക് 5 കിട്ടിയാ തീരുല്ലേ? ഇതില്ലേ മറ്റേ ഇത് പഴുത്തതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. 2 ദിവസം കൂടി ഇരിക്കണം, എന്നാ പഴുക്കും. ഗൈസ് അടുത്തത് എല്ലിൽ വരുന്നത് ലേസ് ആണ് ഗൈസ്. ഷാമിക്ക് സമാധാനായി. അത് പച്ച ലേസ് തന്നെ കിട്ടി. ക്രിസ്പി എല്ലിൽ ലേസ്. നിങ്ങൾക്ക് ASMR കേൾപ്പിച്ചോ ഗൈസ്. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വരാൻ നമുക്ക് നോക്കാട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ജുബിലിൽ എന്താ വരാന്ന് അറിയില്ല. ഇവർക്കൊക്കെ നല്ല നല്ല ഫുഡുകളൊക്കെ കിട്ടി. അതിനോട് ഞാൻ എന്റെ എക്സ്പെക്ടേഷൻസ് എനിക്ക് കുഴപ്പമില്ല. അല്ല, ഇവക്ക് എന്താ വെച്ചാല് നല്ലതാന്ന് വിചാരിച്ച് വെച്ചത് പണി കിട്ടി പോയതാ. പഴുത്തത് കിട്ടാത്ത കാകന്റെ തെറ്റല്ലല്ലോ. അപ്പൊ ഫസ്റ്റ് വരുന്നത് ജിലേബിയാണ്. ഞാൻ ഡെസേർട്ടിൽ തുടങ്ങുന്നല്ലേ. അതെ, ശ്രീക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ജിലേബി. അതെ, ഇവിടെ ജിലേബി ഇഷ്ടമുള്ള പലരും ഉണ്ട്. കഴിക്കട്ടെ. ക്രിസ്പിയാ, നല്ല നല്ല ഹണിയൊക്കെ ഇങ്ങനെ ഒലിക്കുന്ന പോലത്തെ ജിലേബി അല്ലേ? അടുത്ത ഗൈസ് യു ആണ് ലെറ്റർ. കുറച്ച് ടഫ് ആയിട്ടുള്ള ലെറ്റർ ആണ്. എന്താ വരിക നമുക്ക് നോക്കാട്ടോ. നല്ല സാധനമാണ് ഗൈസ്, പേടിക്കാനൊന്നുമില്ല. ഒരു രീതിയിലുള്ള സാധനങ്ങളാണ്. ഫുൾ മറ്റേ ഫ്രൂട്ട്സിൽ പോയപ്പോ ബേക്കറി ഐറ്റംസ്. അപ്പൊ യുവില് നമുക്ക് യൂണിഫിറ്റ് കഴിക്കാം. ചോക്ലേറ്റ് കുക്കീസ് ആണ് ഗൈസ്. ജുവിന്റെ ജൂ ആയി ഗൈസ്. ഇനി ബിന്നു വരാനുണ്ട്. നല്ല ടൊമാറ്റോ ഫ്ലേവറിലുള്ള ബിങ്കോ ആണ്. അല്ല, ടൊമാറ്റോ ഫ്ലേവർ ബിങ്കോ.
ഹായ്. അങ്ങനെ ജുബ് കഴിഞ്ഞു guys. ഇനി ഇന്നില് അയ്യിൽ എന്താ വരാൻ നോക്കാട്ടോ. I for iced tea guys. നല്ല രസമുണ്ടല്ലേ കാണാന്. വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം guys. നല്ല അടിപൊളി ബിങ്കോ കഴിച്ച് ഇനി ഐസ് ടീ കുടിക്കും. ഇനി ഒന്ന് ദാഹം ശമിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഐസ്ഡ് ടീ. നല്ലതാ. ഇനി ലാസ്റ്റ് ഒരൊറ്റ ലെറ്റർ ഉള്ളു ഗൈസ്, അത് എന്നാണ്. എന്നിൽ ഇനി എന്താ വരാ നമുക്ക് നോക്കട്ടെ. N for nachos ആണ് ട്ടോ ശരിക്കും വന്നിട്ടുള്ളത്. nachos എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി. അതിന്റെ മുകളിൽ എന്തൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതാ പോയോ അവൻ കാണിച്ചു കൊടുക്കാൻ നോക്കിയത് അപ്പൊ താഴെ. ഇത് നോക്കാൻ നല്ല രസമുണ്ട്. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ദേ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ശ്രീക്ക് നല്ല അടിപൊളി ഡിപ്പൊ കണ്ടിട്ടോ. അപ്പോ ജുബിന്റെ എണ്ണടക്കം തീർന്ന്, പക്ഷെ ലാസ്റ്റ് എന്നിൽ വന്ന് നാച്ചോസ്. ഇതോടുകൂടി ജുബിൻ കഴിഞ്ഞു. ജുബിൻ തീർന്നു. കേൾക്കുന്നുണ്ടോ? നല്ല ടേസ്റ്റ് ഇടിപ്പും കൂട്ടി കഴിക്കുക. ജുബിൻ കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഏരിയയിലോട്ടാട്ടോ പോയിട്ടുള്ളത്. ബേക്കറി ഒരു എന്താ പറയാ ജങ്ക് ഫുഡിലേക്കാ പോയിട്ടുള്ളത്. ഞാൻ പിന്നെ മിക്സ്ഡ് ആയിരുന്നു. ഷാമി പിന്നെ ഫുൾ ഫ്രൂട്ട്സ് കട, അതിലൊരൊറ്റ ജങ്കും. അപ്പൊ ഗൈസ് ഇന്റെ 5 A for avocado shake, N for noodles, J for jam, I for ice cream, T for tomato വന്നു, H for hide and seek വന്നു, A for പിന്നെ ആൽമണ്ട് വന്നു ട്ടോ. അത്രയും സാധനം എനിക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇന്റേതാണ് ഗൈസ്. അപ്പൊ A for apple, M for mango, A for avocado, L for lace. J for ജിലേബി, പിന്നെ U for യൂണിബിക്, B for ബിങ്കോ, പിന്നെ I for ഐസ്ഡ് ടീ, N for നാച്ചോസ്. ഇത്രയും സാധനങ്ങളാണ്. അങ്ങനെ ഗൈസ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടൊക്കെ വലിയ വലിയ പേരുകളാണ് വരുന്നത്. അതിനോട് തന്നെ പേര് ഒന്ന് സല്ലിന് വരും. അതാണ് വലിയ വലിയ പേര്. സൽമാനും ഫാരിസും ശ്രീലക്ഷ്മിയും ഷാമിയും. അയ്യോ വേറൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഷാമിയ. ഈ 3 പേരാ വരാനുള്ളത്. ബാക്കി പേര് തീർന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാം. ഈശ്വരാ ചെറിയ പേര് കിട്ടിയാൽ ഷാമി മതി. ഇപ്പൊ എല്ലാവർക്കും നിന്നെ മതി. അല്ല അതുകൊണ്ടല്ല, ഇതിനെ കൊണ്ടല്ല. എടുത്തോ അത് വേണം. എനിക്ക് ഷാമിയ കിട്ടിയത്. ഓക്ക് ശ്രീലക്ഷ്മി കിട്ടി. നന്നായിണ്ട്. ഓള് കാക്കാന്റെ പേര് ഓള് തിന്നു മരിക്കാം. എനിക്ക് ഷാമിനെ കിട്ടിയത്. എനിക്ക് കിട്ടി ഷാമിനെ. എല്ലാവർക്കും വേണം. നമുക്ക് ശ്രീന്റെ തുടങ്ങിയാലോ? അതല്ലേ നല്ലത്. ശ്രീന്റെ തുടങ്ങാം. S for അതൊക്കെ ഇഷ്ടാ. നിന്നെക്കാട്ടി ഇഷ്ടം ഷാമിക്ക അല്ലേ? എന്നെക്കാട്ടി ഇഷ്ടം തുമ്മക്ക. അപ്പൊ ഫസ്റ്റ് S for സ്നിക്കേഴ്സ്. എനിക്ക് ശ്രീന്റെ 11 കഴിഞ്ഞ് സല്ലുവിന്റെ 13 കഴിഞ്ഞിട്ടാണ് ഇന്റത് വരുന്നുള്ളൂ. കുറെ സമയം. നെക്സ്റ്റ് സ്പെല്ലിംഗ് R ആണ്. Rല് റീസിൻസ് ആണ് ഗൈസ് വന്നിട്ടുള്ളത്. സൽമാൻ ഫാരിസ്. ഓക്കെ, കിട്ടിയ ചാൻസാ സല്ലു. അല്ല ഭയങ്കരമായിട്ട് കളിയാക്കും. Guys, ഇനി അടുത്തത് 2 E ആണ് വരുന്നത്. അതില് ആദ്യത്തെ ഈൽ എന്താ വരാൻ നോക്കാം. ഒരൊറ്റ അത് മതി. ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഓ, ഇത് ഭയങ്കര നൊസ്റ്റ. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോ അതല്ലേ കൊണ്ടുപോകും. ഞാൻ കൊടുത്തില്ല. സ്കൂളിൽ പോലെ എനിക്കിഷ്ടല്ല. അപ്പൊ E for eclairs. അടിപൊളി. അടുത്ത ഈ ഫോർ എഗ് ആണ്. എക്ലെയർ നിന്ന് അതേ വാഗൊണ്ട് എഗ് കഴിക്കണം. പുഴുങ്ങിയ മുട്ട, പച്ചമുട്ടയല്ല, അതിന്റെ വലിയ കാര്യം. അപ്പൊ ശ്രീ ആയിട്ടോ. ഇനി ബാക്കി ലക്ഷ്മിയെ ബാക്കിയുള്ളൂ. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഷാമി എന്നെക്കാട്ടി ഇഷ്ടം ഷാമിക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഈ സൽമാനുള്ളിൽ ഏതെങ്കിലും ഒരു എല്ലിന് കിട്ടിയാ മതിയായിരുന്നു പറഞ്ഞിരിക്കുക. 2 എല്ല് ഓൾറെഡി ലസ്സി കൊടുത്തല്ലോ. എന്ത് ലസ്യാന്ന് പറഞ്ഞേ? അയ്യോ കിട്ടില്ല. ഇതെന്താ സംഭവം? എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശ്രീല വരെ എത്തി അല്ലേ? ഇനി അക്ഷ്മിയുള്ളത് ഗൈസ്. നെക്സ്റ്റ് A ആണ് ഗൈസ്. Aയിൽ ശ്രീക്ക് വന്നിട്ടുള്ളത് അദാർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാ. ഗൈസ് ഇനി K ആണ് വരാനുള്ളത്. K for kiwi. നല്ല പൊളിക്കും. ചിലപ്പോ നല്ല മധുരമുള്ളത് ഉണ്ടാവും ട്ടോ. ഇത് ഫ്രഷ് കിവി ആണ് ഗൈസ്. നമ്മൾ അതിന്റെ തോലൊക്കെ പൊളിക്കണം. ഭയങ്കര ഹെൽത്തിയാ. മധുരം ഉണ്ടാവും. ഇനി നമുക്ക് K for കിവി കഴിക്കാം ഗൈസ്. ഗൈസ്
കെ കഴിഞ്ഞ് അടുത്തത് ഇനി എസ് ആണ്. എസ് ഫോർ സൂപ്പ്. ഇതെന്ത് സൂപ്പാ ഗൈസ്? ബ്ലാക്ക് കളറിലുള്ള ഒരു സൂപ്പ്. മറ്റേ സോർ സൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് വല്ലതും ആണോ തോന്നുന്നു കേട്ടോ. അതിന്റെ കളറ് മറ്റേ പുളിവെള്ളം പോലെ ഉണ്ട്. കഴിച്ചു നോക്കിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അറിയണമെന്നില്ല. ഇത് കഴിച്ചാൽ മതി. ഗാർലിക് ഒക്കെ ഉണ്ട്. Guys, ഇത് നല്ല പുളിയൊക്കെ ഉള്ള സൂപ്പാന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടായോ? ഇതെന്ത് വൃത്തിയുടെ ടേസ്റ്റ്. വെളുത്തുള്ളി ഉണ്ട്. ഗൈസ് അടുത്തത് എച്ച് ആണ്. എച്ചിലൊക്കെ ഹേസൽനട്ട് കേക്ക് നല്ല രസമുണ്ട് കാണാന്. നല്ല കിടിലം കേക്ക് ഗൈസ്. ഹേസൽനട്ട് കേക്ക് ആണ്. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം. ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല. അടിപൊളിയാ. ഓ കണ്ണൊക്കെ പുറത്ത് വന്ന്. കേക്ക് Guys, M for Maza. ഇനി ലാസ്റ്റ് ഒരൊറ്റ സ്പെല്ലിംഗ് കൂടിയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ മീ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി പേസ്റ്റ് കഴിച്ച് മാസം കുടിക്കുന്നു. ഇനി ശ്രീലക്ഷ്മിന്റെ അവസാന തൈയാണ് guys. അതെ. ഓ ചെറുത് ഐക്ക് ഇമിലിയാണ് കഴിച്ച് വന്നിട്ടുള്ളത്. ഓക്ക് സമാധാനായി. വലുത് വലുത് കഴിച്ച് കഴിച്ച് ശീലം. അപ്പൊ ലാസ്റ്റ് ആയി ഫോർ ഇമിലി. പുളിമുട്ടായി അല്ലേ? അങ്ങനെ ശ്രീലക്ഷ്മി മൊത്തം കംപ്ലീറ്റ് ആയി. ഒരു വലിയൊരു പരമ്പര പോലെയുള്ള ശ്രീലക്ഷ്മി. അതിലും വലിയ പരമ്പര ഇനി വരാൻ പോണത്. ഇവിടെ മൊത്തം ഫുഡാ. ടോട്ടല് 11 അല്ലേ? അത് 13. ഞങ്ങള് കണ്ടിട്ടും ഒക്കെ തിന്നിട്ട് ക്ഷീണായി. ഇനി അടുത്ത് ഞാൻ തിന്നിട്ട് ശരിക്കാൻ പോവാണ്. അങ്ങനെ ഈ സൽമാനുൽ ഫാരിസ് തുടങ്ങാൻ പോവാണ്. സൽമാനുൽ ഫാരിസിന്റെ എസ് സ്വീറ്റ് കോൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ വലിയ ഫുഡ് ഉണ്ടെങ്കിൽ ചെറിയൊരു പേടി. പക്ഷെ സ്വീറ്റ് കോൺ നമുക്ക് ഇഷ്ടല്ലേ? സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എസ്സില് സ്വീറ്റ് കോൺ കഴിക്കാം. തുടക്കത്തിൽ നല്ല ആത്മാർത്ഥത്തിന് കുറച്ച് കഴിയുമ്പോ നിന്നോളും. ഗൈസ് ഇനി അടുത്തത് എസ് എ ആണ്. എയില് വരുന്നത് നല്ല വെറൈറ്റി ഫുഡാണ്. വെറൈറ്റി വൻ വെറൈറ്റി ആട്ടോ സൽമാനുൽ ഫാരിസിൽ വരുന്നത്. കുറച്ച് വെള്ളം തന്നല്ലേ ഞാൻ ചമ്മ ചേർത്തു. അടുത്ത ലൈമറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ തന്നാളി. ആദ്യം കഴിച്ചു. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേരം അവിടെ മിണ്ടായി അറിഞ്ഞില്ലേ? വെള്ളമില്ല. വെള്ളം എടാ എല്ലിനെന്താ ലൈമാണോ? ലൈമാണെ കൊടുക്കുമ്പോ ഇത് വായല് മൊത്തം ഒട്ടിപ്പോയി. വെള്ളം ഇല്ലാതെ തിന്നാൻ പറ്റില്ല. നല്ല വെറൈറ്റി സാധനം തന്നെ കണ്ടുപിടിച്ചു. അവലോസ് പൊടി. അടുത്തത് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെല്ലിന്റെ ലെമൺ കഴിക്കാം. പച്ച നാരങ്ങയാണ് നമുക്ക് കഴിച്ച് ശീലമില്ലാത്തൊന്നല്ലോ. കഴിച്ചോ. അയ്യോ നല്ല പച്ചതറിയുന്ന ഇതും കൂടെ. അടുത്തത് എം ഫോർ മഞ്ച്. അടിപൊളി. ക്രഞ്ചി മഞ്ച്. എന്തൊരു സമാധാനം. ഇപ്പഴാണ് ആശ്വാസമായത്. അടുത്തത് ഗൈസ് എയില് വന്നിട്ടുള്ളത് ആപ്പി ഫിസ് ആണ്. ഡ്രിങ്ക്സിന് വെയിറ്റ് ചെയ്യുന്നത്. A for Appy Fizz. സൽമാനുൽ ഫാരിസിന്റെ ഉള്ളു പോയി. സൽമ മുങ്ങിപ്പോയി. ഒരു സമാധാനല്ലേ? നീ എന്നോട് വന്നു കഴിഞ്ഞാൽ സൽമാൻ ഫീലായി. അത് മാത്രം ഇട്ടാ മതി. ഇനി അടുത്തത് സൽമാൻ ഫുൾ ആവാനുള്ള ലാസ്റ്റത്തെ N ആണ് ഗൈസ്. ന്യൂട്ടല്ല. അപ്പൊ N for ന്യൂട്ടല്ല. ഇങ്ങനെ എടുക്കാം. ഗൈസ് ഉല്ല ഒരുമിച്ചാ വരുന്നത്. യുഎല്ലും യൂണിബിക്കും ലോലിപോപ്പ് ഒട്ടാ വന്നിട്ടുള്ളത്. അത് നന്നായി ഒന്നിച്ചു കൊടുത്തത്. ഒന്നിച്ച് കഴിക്കാലോ. നമ്മള് പേരനുസരിച്ചിട്ട് കഴിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ യു കഴിക്കാം. യൂണിബിക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് ലോലിപോപ്പ് കഴിക്കാം. അപ്പൊ നമുക്ക് യു ഫോർ യൂണിബിക്. വലിയ യൂണിബിക് അത്. അത് എന്താ
ശ്രീക്ക് ചെറുതല്ലേ? കാര്യം സൽമാൻ ഫാരിസ് വലിയ പേരല്ല, അപ്പൊ യൂണിബിക്ക് മാത്രം ചെറുതാവാൻ പാടില്ല. ബിസ്ക്കറ്റ് ചെറുതാ പക്ഷേ. നിക്കാക്കന്റെ എല്ല് തിന്നാ മതി. എല്ല് പൊട്ടുന്നില്ലേ? അത്രയും ഉറപ്പുള്ള എല്ലാണ്. നിക്കാക്കന്റെ എല്ല് പൊട്ടുന്നില്ല. ഇനി ഗൈസ് ഫാരിസ് ആണ് ബാക്കിയുള്ളത്. അത് 5 ലെറ്റർ ആയിട്ടുള്ളത്. 5 ലെറ്റർ ഉണ്ട്. ഇനി 5 ലെറ്റർ. ഇപ്പൊ ഷാമി എത്ര കഴിഞ്ഞ്? SALMANUL 8 ലെറ്റർ കഴിഞ്ഞു. 8 കഴിഞ്ഞു. അടുത്തത് എഫിന് വെറൈറ്റി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഗൈസ്. ഇനി അടുത്ത അടിപൊളി സാധനമാണ് വന്നിട്ടുള്ളത്. ഏല് അമൂല്യന്റെ മിൽക്ക് പൗഡർ ആട്ടോ വന്നിട്ടുള്ളത്. അതെന്റെ ഫേവറേറ്റ് അല്ലേ? ഫേവറേറ്റ് ആണ് സംഭവം ഇതൊക്കെ. ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റൂല, വെറുതെ ഇരിക്കുമ്പോ തിന്നണം. അപ്പൊ നമുക്ക് അമൂല്യന്റെ പാൽപ്പൊടി തിന്നാം. സാധാരണ ഇങ്ങനെ അതിലെടുത്തിട്ടുള്ള തിന്നാം. അപ്പൊ ഇങ്ങനെ തന്നെ തിന്നാട്ടോ. കുറച്ച് കൂടുതലായി പോയി. ഇഷ്ട പാൽപ്പൊടി. 10 രൂപയ്ക്ക് പാൽപ്പൊടി ഇങ്ങനെ മിച്ചറിട്ട് തിന്നു. അങ്ങനത്തെ ഒരു ശീലുണ്ട് ഇവർക്ക്. 3 സ്പെല്ലിംഗ് കൂടി ബാക്കിയുള്ളൂ. സമാധാനമായിട്ട് നോക്ക്. ഇനി ആകെ റിസ്സ വരാനുള്ളത്. അതില് 6 റെഡ് വെൽവെറ്റ് പേസ്ട്രി ആണ് കേസ് വന്നിട്ടുള്ളത്. ഷാമിക്ക് ഇങ്ങനെ കൈയടിക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. വയറ് പൊട്ടാനേ ഉണ്ടാവും. സമാധാനം ഉണ്ടല്ലേ? ഇനി നമുക്ക് 6 റെഡ് വെൽവെറ്റ് കഴിക്കാം. നല്ല ഭംഗിന്റെ ടേസ്റ്റ് ആണ്. നല്ല സുണ്ട്. ഇനി അടുത്തത് അയ്യാണ് ഗൈസ്. അയ്യില് ഐസ് ക്യൂബ്സ് ആണ്. കുറച്ച് വെള്ളം കുടിക്കാൻ കുറച്ച് തണുപ്പായി ചവച്ചരച്ച് കുടിക്കുക. ഷാമിക്ക് എന്തൊക്കെയാണാവോ വരിക? ഐസ് ക്യൂബ്സ്. ക്രിസ്പി ആയിരിക്കും, ക്രഞ്ചി. ഇനി ലാസ്റ്റ് സ്പെല്ലിംഗ് ഗൈസ് സൽമാനുൽ ഫാരിസിന്റെ Z ആണ്. Zല് സിംഗർ ബർഗർ ആണ് ഗൈസ് വന്നിട്ടുള്ളത്. ഹെവി സാധനം. തീർക്കാണ്. അങ്ങനെ ശ്രീലക്ഷ്മിയും സൽമാനുൽ ഫാരിസും കഴിഞ്ഞ ഗൈസ്. ഇനി ലാസ്റ്റ് ഷാമിയ. ഇനി എന്റെ ഊഴാണ് തുടങ്ങാൻ നമുക്ക്. അപ്പൊ ഷാമിയന്റെ ഫസ്റ്റ് അക്ഷരം S. എസിന് ഇനി എന്താ വരാൻ നോക്കാം. S ഫോർ സമൂസ ആട്ടെങ്കിൽ വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ സമൂസ കഴിക്കട്ടെ. നല്ല ചിക്കൻ സമൂസ. എസില് സോസും കൂടെ കൊടുക്കായിരുന്നല്ലേ? അടുത്തത് ഷാമിയന്റെ H ആണ് വന്നിട്ടുള്ളത്. H ഫോർ ഹൽവ. ആദ്യം എരിവ് കഴിച്ച് ഇനിയിപ്പോ കുറച്ച് മധുരമാവാ. ഇനി ഇതെങ്ങനെയൊക്കെ പോവാ? മധുര എരിവ്. അഞ്ചിലും ആസ്വദിച്ചാണ് ഗൈസ് കഴിക്കുന്നത്. ഗൈസ് അടുത്തത് ഇനി SHA ആണ്. അതില് ആപ്രിക്കോട്ട് ആട്ടോ വന്നിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട് ആണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? നല്ല യെല്ലോ കളർ, ഒരു ഗോൾഡൻ കളറിൽ. കഴിച്ചോക്കട്ടെ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ കഴിച്ചില്ല. ഒരു ഇംലി ടേസ്റ്റ് ഒക്കെ. അതല്ല, ഒരു ചെറിയൊരു പുളി ഉണ്ട്. അങ്ങനെ S കഴിഞ്ഞ് H കഴിഞ്ഞ് A കഴിഞ്ഞ് ഇനി മിയ ആണ് വരാനുള്ളത്. അതിന് ഇനി M ആണ് വരാനുള്ളത്. അടുത്തത് M ല് ഗൈസ് അടിപൊളി. ഗൈസ് M ഫോർ മാംഗോ ബാർ. കഴിക്കട്ടെ. കഴിച്ചത് ഇതേ കളർ ഇപ്പൊ കഴിക്കുന്നത്. മാംഗോ ബാറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി അടുത്തത് M പോയി E കൂടി ബാക്കിയുള്ളൂ. അടുത്തത് ഗൈസ് ഐയിലേക്ക് ഇഡ്ഡലിയാണ് വന്നിട്ടുള്ളത്. വെറും ഇഡ്ഡലി ആട്ടോ, ചട്നിയൊന്നുമില്ല. വെറും 2 ഇഡ്ഡലി. ഇതിപ്പോ എന്തിനു ഞാൻ വേണമെങ്കിൽ ഒരു ഹൽവയിൽ ഇഡ്ഡലി കഴിച്ച അയ്യല് ഗീന്റെ ഒരു ടേസ്റ്റ് കഴിച്ചു. ഇഷ്ടപ്പെട്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഷാമിയാന്റെ അതിൽ വരുന്നത് അപ്പൊ ഗൈസ് Y ഫോർ യോഗട്ട് ആണ് കേട്ടോ. അത് മുഴുവൻ തിന്നോ? അല്ല
അവസാനിക്കുന്നത് രയിലാണ്. പക്ഷെ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പേരുകളും നമ്മൾ തിന്നു കഴിഞ്ഞു. 6 പേരുടെ പേരുകൾ നമ്മൾ തിന്നു കഴിഞ്ഞു. അപ്പൊ ഷാമിയന്റെ ലാസ്റ്റത്തെ എ ആണ് ഗൈസ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതിലെന്താ സല്ലു? ആൽമണ്ട് മിൽക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗൈസ് നമുക്ക് ലാസ്റ്റ് ഒരു ഡ്രിങ്കും കൂടി കുടിച്ചിട്ട് ഈ ചാലഞ്ച് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിരുന്ന് മതിയായി guys. കുറേ തിന്നിട്ടും മതിയായി. ആൽമണ്ട് മിൽക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അത്രക്ക്. അത്ര ഇഷ്ടമായില്ല ഗൈസ്. എനിക്ക് ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ആൽമണ്ട് മിൽക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ നല്ല കുടിക്കാം. അങ്ങനെ guys നമ്മളെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ തിന്ന് തീർത്തിരിക്കുകയാണ് guys. ഞാൻ 5 കഴിച്ചു, ഷാമിയും കഴിച്ചു. ഞാന് അമല് കഴിച്ചു, സൽമാനും ഫാരിസും കഴിച്ചു. ഞാൻ ജുബിനും കഴിച്ച് ശ്രീലക്ഷ്മിയും കഴിച്ച്. ഇത് guys ശരിക്കും ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. കാരണം അത്രയും ഫുഡുകൾ നമ്മൾ ഇതിൽ കഴിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങള് പക്ഷെ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ഹെക്ടിക് ചാലഞ്ച് ആയിരിക്കും പ്രതീക്ഷിച്ചതേ അല്ല. കാര്യം നമ്മളെ നിക് നെയിം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആട്ടോ. 11 അക്ഷരം 13 അക്ഷരമൊക്കെ ആകുമ്പോ വയറ് ഫുള്ളായി പോകും. പിന്നെ guys നിങ്ങളെ പേരും നിങ്ങൾക്ക് ആ ഒരു സ്പെല്ലിങ്ങിനനുസരിച്ചുള്ള ഫുഡുകൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പേരാർക്കുള്ളത് അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. ഈ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamia. This is Sanjita. signing off.